കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിബിഐ കോടതി ശിക്ഷിച്ച കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നിന്നും ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ പിടിവള്ളിയാക്കി അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടങ്ങൾ യുഡിഎഫ് ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീ കെ മണികണ്ഠൻ സ്വയം രാജിവെക്കുന്നില്ലെങ്കിൽ മണികണ്ഠനെ കൊണ്ട് രാജിവെക്കുന്ന വലിയ നിയമപോരാട്ടവുമായി യുഡിഎഫ് മുമ്പോട്ട് പോകും. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് കേസിൽ ശിക്ഷിക്കപ്പെട്ട മണികണ്ഠൻ മാന്യതയുണ്ടെങ്കിൽ രാജിവെക്കണം. മണികണ്ഠൻ ഇനിയും ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ നിന്ന് മുമ്പോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഇത് യുഡിഎഫിന്റെ ഒരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ മണികണ്ഠന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മണികണ്ഠൻ രാജിവെക്കുന്നത് വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നിയമപോരാട്ടമായി യുഡിഎഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുമ്പോട്ട് പോകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും CPM നേതൃത്വത്തിനോടും ഞാനിവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. CPMകാരല്ലാത്തവരെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുവാനും കൊലയാളികളെ രക്ഷിക്കുവാനും എങ്ങാനും ശിക്ഷിക്കപ്പെട്ടാൽ ജയിലിൽ സുഖജീവിതം ഉറപ്പുവരുത്താനും വ്യവസ്ഥാപിത സംവിധാനങ്ങളുള്ള കൊലയാളി സംഘമായി CPM അധപ്പതിച്ചിരിക്കുന്നുവെന്നും പി കെ ഫൈസൽ കൂട്ടിച്ചേർത്തു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു ക്രൂര കൃത്യം ചെയ്ത, അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്ത ആ പ്രതികളെ പോലീസ് ജീപ്പിൽ നിന്നും രക്ഷപ്പെടുത്തിയ, ആ രക്തം പൂണ്ട വസ്ത്രം കത്തിച്ച് നശിപ്പിച്ച ഒരു പ്രതിയാണ് മണികണ്ഠൻ. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ 5 വർഷത്തേക്ക് മുൻ MLAയെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെ ഇന്നിപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ചെയർമാൻ പ്രിൻസ് ജോസഫ് അധ്യക്ഷനായി. യുഡിഎഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ, കൂക്കൽ ബാലകൃഷ്ണൻ, CV തമ്പാൻ, മിനി ചന്ദ്രൻ, ഖാദർ മാങ്ങാട്, എ ഹമീദ് ഹാജി, CV ഭാവനൻ, PV സുരേഷ്, VP പ്രദീപ് കുമാർ, TV ഉമേശൻ, നദീർ കൊത്തിക്കാൽ, റമീസ് ആരങ്ങാടി, KA സാലു തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ ബഷീർ വെളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.